2023 എൻട്രൻസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ഡൊമൈൻ ഫംഗ്ഷനോ കോസ് ഇൻവേഴ്സ് ഓഫ് ലോഗരിതം. ഇങ്ങനെ തരുമ്പോൾ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എപ്പോൾ വന്നാലും അത് -1നും +1നും ഇടയ്ക്കായിരിക്കും അതിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ലോഗരിതം ആയതുകൊണ്ട് പോസിറ്റീവ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗരിതത്തിന്റെ റൂൾ അനുസരിച്ച് വരുമ്പോൾ 2⁻1 വരും. 2⁻1 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പൊ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ആദ്യമേ അങ്ങ് എഴുതുക s² + 5x + 8 ഇവിടെ 2⁻1. അപ്പൊ ആ 2 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -2 വരും. അപ്പൊ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും s² + 5x + 6 എന്ന് എഴുതുക. ഇത് വളരെ ചുരുക്കി നമുക്ക് എഴുതാൻ പറ്റും. 2-3 പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചാൽ മതി. ഇതിന്റെ ഫാക്ടർ നമ്മൾ ഫസ്റ്റ് വൺ കണ്ടുപിടിക്കുക. അപ്പോൾ s+3 × s+2 വരും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Therefore the domain function എന്ന് പറയുന്നത് that is equal to ഇവിടെ s+3 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന -3യും s+2 0 കൊടുക്കുമ്പോൾ -2 ആണ്. അപ്പൊ നമ്മുടെ ഡൊമൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ -3 to -2 ആയിരിക്കും നമ്മുടെ ഡൊമൈൻ ഫംഗ്ഷൻ. സെയിം മോഡൽ ഒരു എക്സാമ്പിളോടെ നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് ലോഗ് s² + 3x + 4 to the base 2. ഇവിടെ നമുക്ക് അറിയാം -1നും +1നും ഇടയ്ക്കാണ്. അപ്പോൾ ആ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വരുന്ന നമ്മൾ ക്വാഡ്രാറ്റിക്കേഷൻ ഏതാണോ എടുക്കുക അതിൽ നിന്ന് ഈ ഒരു 2 കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക്കേഷൻ ഏതാ മക്കളെ? s² + 3x 4 - 2. ഈ നമ്പർ ഏതാണോ അത് കുറയ്ക്കുക. 4 - 2 that is equal to 2 വരും. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് s+2 × s+1 വരും. അപ്പൊ ഡൊമൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. that is equal to s+2 0 കൊടുക്കുമ്പോൾ -2ഉം s+1 0 കൊടുക്കുമ്പോൾ -1 വരും. അപ്പൊ ക്ലോസർ ഇന്റർവൽ -2 to -1 ആയിരിക്കും നമ്മുടെ ഡൊമൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാത്സിന്റെ സങ്കീർണങ്ങളായ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ടിപ്സുകൾ ഫ്രീ ആയി ലഭിക്കുന്നതിന് ക്ലാസ് ഓറയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.